ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ 60 ഡേ സ്റ്റഡി പ്ലാനിൽ ഡേ 1, അതായത് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിൽ നമ്മൾ പവർ സിസ്റ്റം പാർട്ട് 1 ആണ്. നമ്മൾ അതിൻ്റെ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതിൻ്റെ വീഡിയോ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് 2 വീഡിയോ ക്ലാസ്സും കൂടെ പഠിക്കാനുണ്ട്. നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പവർ സിസ്റ്റം MCQൻ്റെ പാർട്ട് 2 ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി പാർട്ട് 1ൻ്റെ ഒരു 55 MCQ PDF നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാർട്ട് 2ൻ്റെ ആണ്. ഓക്കെ, അപ്പം മാക്സിമം എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരും തന്നെ ഓൺലൈൻ കോച്ചിങ്ങിന് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആവുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 2 ക്ലാസ് ഉണ്ട്. ഇന്ന് നമുക്ക് 3 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ 9 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതിനും എല്ലാവരും വരിക. ലൈവ് സെക്ഷനാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതിനും എല്ലാവരും വരാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ MCQ ആണ്, പവർ സിസ്റ്റത്തിൻ്റെ MCQ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. 50 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും പഠിച്ചു തുടങ്ങാം. നവംബറിലെ എക്സാം കാണുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 2 മാസം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് എല്ലാവരും പഠിച്ചു തുടങ്ങാം. മാക്സിമം ടൈമിംഗ് എടുത്ത് നമ്മൾ ഒരു ദിവസം ഒരു 4 hours എങ്കിലും മാക്സിമം സ്പെൻഡ് ചെയ്താൽ നമുക്ക് അന്നത്തെ ദിവസത്തെ പോർഷൻസ് എല്ലാം തീർക്കാൻ പറ്റും. വർക്ക് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് മോർണിംഗ് രാവിലെ 4 മണി മുതൽ അതുപോലെ തന്നെ 6 മണി വരെ ആ ഒരു ടൈമിങ്ങിൽ പഠിക്കാം. അല്ലാതെ തന്നെ രാത്രി നിങ്ങൾക്ക് 10 മണി മുതൽ 1 മണി വരെ ആ ഒരു ടൈമിങ് പഠിക്കാം. ഓക്കെ, അപ്പം മാക്സിമം എല്ലാവരും നല്ലതുപോലെ പഠിച്ച് വർക്ക് ഹാർഡ് ചെയ്ത് നമ്മുടെ ലിസ്റ്റിൽ വരാൻ നോക്കുക. ഇങ്ങനെ ഒരു അവസരം ഇനി നമുക്ക് കിട്ടത്തില്ല. ഇലക്ട്രിക്കലിൻ്റെ എന്തുമാത്രം എക്സാമാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു അവസരം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും തന്നെ ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ കുറേ പേര് പറഞ്ഞു പമ്പ് ഓപ്പറേറ്ററിൻ്റെ എക്സാം വരാണെങ്കിൽ, എക്സാം ഡേറ്റ് വരുമ്പോൾ നമ്മൾ പമ്പ് ഓപ്പറേറ്ററിന് നമ്മളൊരു സ്റ്റഡി ടൈം ടേബിൾ ഇതുപോലെ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രസൻസ് ഓഫ് എർത്ത് ഇൻ കേസ് ഓഫ് ഓവർഹെഡ് ലൈൻസ്. ഓക്കെ, ഓവർഹെഡ് ലൈൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ദ പ്രസൻസ് ഓഫ് എർത്ത് ഇൻ കേസ് ഓഫ് ഓവർഹെഡ് ലൈൻസ് എന്തിനായിരുന്നു? ടു ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ് ആണോ, ഡിക്രീസ് ദ കപ്പാസിറ്റൻസ് ആണോ, അതോ ഇൻക്രീസ് ദ ഇൻഡക്റ്റൻസ് ആണോ, ഡിക്രീസ് ദ ഇൻഡക്റ്റൻസ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ടു ഇൻക്രീസ് ദ കപ്പാസിറ്റൻസ്. സെൽഫ് GMD മെത്തേഡ് ഈസ് യൂസ് ടു ഇവാലുവേറ്റ്. എന്താണ് സെൽഫ് GMD മെത്തേഡ് എന്ന് വെച്ചാൽ? GMD എന്ന് വെച്ചാൽ ജിയോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് ആണ്. സെൽഫ് ജിയോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് നമുക്ക് സെൽഫ് GMD എന്ന് പറയാം. ഓക്കെ, ജിയോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസ് ഇത് മെയിൻലി. അതുപോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ GMD ഉണ്ട്, മ്യൂച്വൽ ജിയോമെട്രിക്കൽ മീൻ ഡിസ്റ്റൻസും ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഇൻഡക്റ്റൻസിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സെൽഫ് GMD എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ എന്ന് വെച്ചാൽ സെൽഫ് GMD മെത്തേഡ് ഈസ് യൂസ് ടു ഇവാലുവേറ്റ് എന്തായിരിക്കും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഇൻഡക്റ്റൻസ് ഓഫ് ദി ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ ആണ്. അടുത്ത 3ാമത്തെ ക്വസ്റ്റൻ, ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ പെർ കിലോമീറ്റർ ഗെറ്റ്സ് ഡബിൾഡ് വെൻ. എപ്പോഴാണ് നമ്മുടെ ഇൻഡക്റ്റൻസ് ഓഫ് എ സിംഗിൾ ഫേസ് 2 വയർ ട്രാൻസ്മിഷൻ ലൈൻ പെർ കിലോമീറ്റർ ഡബിൾ ആവുകയാണെങ്കിൽ എപ്പോഴാണ്? വെൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയർ ഈസ് ഇൻക്രീസ്ഡ് ആസ് സ്ക്വയർ ഓഫ് ഒറിജിനൽ ഡിസ്റ്റൻസ്. ഓപ്ഷൻ സി ആണ്. അപ്പോൾ നമ്മുടെ വയേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇൻക്രീസ് ആവുക ആസ് സ്ക്വയർ ഓഫ് ഒറിജിനൽ ഡിസ്റ്റൻസ് ആകുമ്പോഴാണ് നമ്മുടെ ഇൻഡക്റ്റൻസ് എന്താവുന്നത്? ഡബിൾ ആവുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസ്മിഷൻ ലൈൻസ് ആർ ട്രാൻസ്പോസ് ടു ഇതിനായിരിക്കും? ടു പ്രിവെൻറ്റ് ഇൻ്റർഫിയറൻസ് വിത്ത് നൈബറിംഗ് ടെലിഫോൺ ലൈൻസ്. ദി എഫക്ട് ഓഫ് എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ദെൻ ദ കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ ടു ഗ്രൗണ്ട്. എന്ത് പറ്റും? നമ്മൾ എർത്തിൻ്റെ ആ ഒരു എഫക്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ ടു ഗ്രൗണ്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഇൻ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ട്രാൻസ്ഫർ സിസ്റ്റം പ്രൊവൈഡ്സ്. എന്ത് പ്രൊവൈഡ് ചെയ്യും? ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു. ഇറ്റ് വിൽ ഇൻക്രീസ്ഡ് കപ്പാസിറ്റൻസ്. അടുത്തത്, കണ്ടക്ടേഴ്സ് ഓഫ് ദി ഓവർഹെഡ് ലൈൻസ് ആർ സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സ് ആണ്. ഓവർഹെഡ് ലൈൻസ് യൂസ് ചെയ്യുന്ന ഇതാണ് ACSR കണ്ടക്ടേഴ്സ് ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ACSR. വെൻ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ആർ യൂസ് ഇൻ പ്ലേസ് ഓഫ് സിംഗിൾ കണ്ടക്ടേഴ്സിന് പകരം ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ എഫക്റ്റീവ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും എന്ത് ചെയ്യും? എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യും, എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യും, കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ എന്ത് പറ്റും? എഫക്റ്റീവ് ഇൻഡക്റ്റൻസ് ഡിക്രീസ് ചെയ്യും, അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് ആണെങ്കിൽ ഇൻക്രീസ് ചെയ്യും. ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ക്രോസ് ആംസ് ആർ മെയ്ഡ് ഓഫ്. ട്രാൻസ്മിഷൻ ലൈൻസിൽ ക്രോസ് ആംസ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റീൽ ഓർ വുഡാണ്. ഫോർ ആൻ ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻസ് ദി എഫക്ട് ഓഫ് കപ്പാസിറ്റൻസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ് വെൻ ദ ലെങ്ത് ഓഫ് ദി ലൈൻ ഈസ് ലെസ് ദാൻ. ഒരു ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈനിൽ കപ്പാസിറ്റൻസിൻ്റെ എഫക്ട് നമുക്ക് എങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാം? എൻ്റെ ലെങ്ത് ഓഫ് ദി ലൈൻ എന്ന് പറയുന്നത് ലെസ് ദാൻ 200 ആണോ, 160 ആണോ, 100 ആണോ, 80 ആണോ? ഓക്കെ, അപ്പോൾ ഒരു ഓവർഹെഡ് ട്രാൻസ്മിഷൻ ലൈൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് എങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാം? ഇൻ ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻസിൽ കപ്പാസിറ്റൻസ് നെഗ്ലക്റ്റ് ചെയ്യാം. അതിൻ്റെ റേഞ്ചസ് ഒക്കെ തന്നിട്ടുണ്ട്. ഒരു ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ ബിലോ 80 കിലോമീറ്റർ ആയിരിക്കും, മീഡിയം ആണെങ്കിൽ 80 to 160 ആയിരിക്കും, ലോങ് ആണെങ്കിൽ എബോവ് 160 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻലി ലെങ്ത് ഓഫ് ദി ലൈൻ ഈസ് ലെസ് ദാൻ എത്രയായിരിക്കും? 80 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, കാരണം ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈനിൽ എടുക്കാനുള്ളത്.
അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് 3 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ സി 1ഉം 3ഉം ആണ് ശരിയായത്. അതായത് ബൈ യൂസിങ് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഓവർ ഹെഡ് ലൈനിൽ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുമ്പം കൊറോണ ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കൊറോണ ലോസ് കോസസ് ഇൻ്റർഫിറൻസ് ഇൻ അഡ്ജോയിനിങ് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. കൊറോണയെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കാനുള്ളത്. നമ്മൾ ബണ്ടിൽഡ് കണ്ടക്ടേഴ്സിനെ കുറിച്ച് MCQs നമ്മൾ ആഡപ്പ് ആയതേ ഉള്ളൂ. ഓക്കെ, അതിലൊരു ക്വസ്റ്റ്യനാണിത്. അത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് എ സിംഗിൾ കോർ കേബിൾ ഈസ് 200 മെഗാ ഓം പെർ കിലോമീറ്റർ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഓഫ് 5 കിലോമീറ്റർ ലെങ്ത് ഈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് ദി കേബിളിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഇക്വേഷനൊക്കെ നോക്കാം. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? R1/R2 = L2/L1 എന്ന് എഴുതാം. ഓക്കെ, ഇത് നമുക്ക് R1 സോൾവ് ചെയ്ത് 40 മെഗാ ഓം കിട്ടും. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ ദ യൂസ് ഓഫ് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻസ്. കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഇൻക്രീസ് ഇൻ ഇൻ്റർഫിറൻസ് വിത്ത് കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. അത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, ഈ 3 ഫേസ് ട്രാൻസ്മിഷൻ ലൈൻ കണ്ടക്ടേഴ്സ് വെയർ അറേഞ്ച്ഡ് ഇൻ ഹൊറിസോണ്ടൽ സ്പേസിംഗിൽ അറേഞ്ച്ഡ് ആണ്. വിത്ത് D ആണ് അതിൻ്റെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് കണ്ടക്ടേഴ്സിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ D ആണ്. അപ്പോൾ ഓക്കെ, ഇഫ് ദീസ് കണ്ടക്ടേഴ്സ് ആർ റീഅറേഞ്ച്ഡ്, ഈ കണ്ടക്ടേഴ്സ് എല്ലാം റീഅറേഞ്ച് ചെയ്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈഡ് ഈക്വൽ ടു D ആണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ കപ്പാസിറ്റർ ഇൻക്രീസ് ചെയ്ത് കപ്പാസിറ്റൻസ് ഡിക്രീസ് ചെയ്ത് ഇൻഡക്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻഡക്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ആൻ ഓവർഹെഡ് ലൈൻ ഡ്യൂ ടു ഇൻറ്റേർണൽ ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സൈസ് ഓഫ് ദി കണ്ടക്ടറും അതുപോലെ തന്നെ കോൺസ്റ്റൻറ്റും ആയിരിക്കും. പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ദ മോസ്റ്റ് അഫക്റ്റഡ് ബൈ. എന്തിനായിരിക്കും? പവർ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റി ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് മോസ്റ്റ് അഫക്റ്റഡ് ബൈ ഇൻഡക്റ്റൻസ് ആണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് സ്റ്റെബിലിറ്റി ലിമിറ്റ് P എന്ന് പറഞ്ഞാൽ EV/X സൈൻ ഡെൽറ്റ ആണ്. ഓക്കെ, അപ്പോൾ ദ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഓഫ് AC ട്രാൻസ്മിഷൻ ലൈൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ സ്റ്റെബിലിറ്റി ലിമിറ്റ് ആണ്. ഓക്കെ, ദ പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി ഓഫ് ദി എക്സിസ്റ്റിംഗ് ട്രാൻസ്മിഷൻ ലൈൻ ക്യാൻ ബി എൻഹാൻസ്ഡ് ചെയ്ത് നമുക്ക് ആ ഒരു സ്റ്റെബിലിറ്റി ലിമിറ്റ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ നോക്കാം. എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം? നമ്മുടെ ട്രാൻസ്മിഷൻ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ലൈൻ റിയാക്റ്റൻസിനെ ഡിക്രീസ് ചെയ്യാം ആസ് പെർ ദി ഇക്വേഷൻ. ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ഇൻ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈൻ റിസൾട്ട് ഇൻ ഇൻഡക്റ്റൻസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദി ഫോളോയിങ് പ്ലാന്റ് കാറ്റഗറീസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റ്സിനെയാണ്. ന്യൂക്ലിയർ ഉണ്ട്, റൺ ഓഫ് റിവർ ഉണ്ട്, പമ്പ് സ്റ്റോറേജ്, ഡീസൽ ഉണ്ട്. ഇതിൽ ബേസ് ലോഡ് പവർ പ്ലാന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ന്യൂക്ലിയറും ആണ്, റൺ ഓഫ് റിവർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ബേസ് ലോഡ് പവർ പ്ലാന്റ്. ബേസ് ലോഡ് പവർ സ്റ്റേഷനും ഉണ്ട്, പീക്ക് ലോഡ് പവർ സ്റ്റേഷനും ഉണ്ട്. ബേസ് ലോഡ് എന്ന് പറയുമ്പോൾ മിനിമം ലെവൽ ഓഫ് ഇലക്ട്രിസിറ്റി ഡിമാൻഡ് ആയിരിക്കും. റിക്വയർഡ് ഓവർ എ പീരീഡ് ഓഫ് 24 hours ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് ന്യൂക്ലിയർ, ഹൈഡ്രോ അതൊക്കെ വരും. നമുക്ക് റൺ ഓഫ് റിവർ എന്ന് വെച്ചാൽ മെയിൻലി ഹൈഡ്രോ ആണ്. പീക്ക് ലോഡ് പൊസിഷൻ വരുന്നതെന്ന് വെച്ചാൽ ഒരു പീക്ക് ഇറ്റ് ഇസ് എ ടൈം ഓഫ് ഹൈ ഡിമാൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതും എക്സാമ്പിൾ നോക്കാം. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഡിഫിക്കൽട്ടി ഓഫ് റേഡിയൽ സിസ്റ്റം ക്യാൻ ബി ഓവർകം ബൈ റിംഗ് സിസ്റ്റം. ഏത് ഡിഫിക്കൽട്ടിയാണ് ഓവർകം ചെയ്യുന്ന റിംഗ് സിസ്റ്റം? വോൾട്ടേജസ് അഫക്റ്റഡ് മച്ച് അറ്റ് ഫാർ അവേ ലോഡ് ഫ്രം ദി സബ്സ്റ്റേഷൻ ആണ്. ഇപ്പോൾ റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, റിംഗ് ഉണ്ട്, അതുപോലെ ഇൻ്റർ കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. റേഡിയൽ ആണെങ്കിൽ ഈ സിസ്റ്റം എന്ന് പറയുമ്പോൾ മെയിൻലി സബ്സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൺസ്യൂമറിൻ്റെ അടുത്ത് ലൊക്കേറ്റഡ് സെൻറ്റർ ഓഫ് ദി കൺസ്യൂമേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് ഫീഡേഴ്സ് റേഡിയേറ്റ് ഫ്രം എ സബ്സ്റ്റേഷൻ ആൻഡ് ഫീഡ് ദ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് വൺ എൻഡിൽ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പവർ ഫ്ലോ എന്ന് പറയുമ്പോൾ ഒൺലി വൺ ഡയറക്ഷൻ ആണ്. അതൊന്ന് ഓർക്കാം. റേഡിയൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് പവർ ഫ്ലോ ഇൻ ഒൺലി വൺ ഡയറക്ഷൻ. വളരെ സിമ്പിൾ സിസ്റ്റമാണ്, ലോ ഇനീഷ്യൽ കോസ്റ്റ് ആണ്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ഹൈലി റിലയബിൾ. ഡിസഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ വോൾട്ടേജ് ഇസ് അഫക്റ്റഡ് മച്ച് അറ്റ് ഫാർ അവേ ലോഡ് ഫ്രം ദി സബ്സ്റ്റേഷൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യനും അതാണ് തന്നിട്ടുള്ളത്. അതിന് മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അടുത്ത റിംഗ് ആണെങ്കിൽ എന്താണ്? ഈച്ച് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഈസ് ഫെഡ് വിത്ത് 2 ഫീഡേഴ്സ് ബട്ട് ഇൻ ഡിഫറെൻറ്റ് പാത്ത് ആയിരിക്കും. റിംഗിൽ ഓരോ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിനെ ഫെഡ് ചെയ്യാൻ വേണ്ടി 2 ഫീഡേഴ്സ് ഉണ്ട്, രണ്ടും ഡിഫറെൻറ്റ് പാത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെന്താണ്? വോൾട്ടേജ് ഇസ് അഫക്റ്റഡ് ലെസ് അറ്റ് ഫാർ അവേ ലോഡ് ഫ്രം ദി സബ്സ്റ്റേഷൻ ആണ്. ഇത് ലെസ് ആണ് റിംഗിൽ. റേഡിയലാണെങ്കിൽ മച്ച് അഫക്റ്റഡ് ആണ്. ഇൻ്റർ കണക്റ്റഡ് ആണെങ്കിൽ എന്താണ്? വെൻ എ റിംഗ് മെയിൻ ഫീഡർ ഈസ് എനർജൈസ്ഡ് ബൈ 2 or more സബ്സ്റ്റേഷൻ. ഓക്കെ, ഒന്നിൽ കൂടുതൽ സബ്സ്റ്റേഷൻ, 2 or more സബ്സ്റ്റേഷൻ ആണ് നമ്മുടെ റിംഗ് മെയിൻ ഫീഡർ എനർജൈസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻ്റർ കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, അലുമിനിയം ഈസ് നൗ മോസ്റ്റ് കോമൺലി യൂസ്ഡ് കണ്ടക്ടർ ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ദാൻ കോപ്പർ ബിക്കോസ് ഇറ്റ് ഈസ് ലൈറ്റ് ഇൻ വെയിറ്റ് ആണ്. ഇൻഡക്റ്റൻസ് ഓഫ് എ പവർ ട്രാൻസ്മിഷൻ ലൈൻ ഇൻക്രീസസ് വിത്ത് എങ്ങനെയായിരിക്കും? നമ്മുടെ ഇൻഡക്റ്റൻസിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, μ0/π ln d/r' ആണ്. ഡി എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്, r' എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് 0.7788 r ആണ്. റേഡിയസ് ഓഫ് കണ്ടക്ടർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് കണ്ടക്ടറിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിങ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? നമ്മുടെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ഓഫ് ലൈൻ ഇൻഡക്റ്റൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ ഇൻഡക്റ്റൻസ് ഓഫ് ദി പവർ ട്രാൻസ്മിഷൻ ലൈൻ ഇൻക്രീസസ് വിത്ത് എന്തായിരിക്കും? ഇൻക്രീസ് ഇൻ സ്പേസിങ് ബിറ്റ്വീൻ ദ ഫേസ് കണ്ടക്ടേഴ്സ് ആയിരിക്കും. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇതാണ് ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് കൊറോണ ലോസ് കുറയ്ക്കും, അതുപോലെ കൊറോണ ലോസ് കോസസ് റേഡിയോ ഇൻ്റർഫറൻസ് ഇൻ അഡ്ജോയിനിങ് ടെലിഫോൺ ലൈൻസ്.
ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് വരുന്നത്. 1ഉം 3ഉം ആണ്. ട്രാൻസ്മിഷൻ ലൈൻസ് എന്താണ്? ട്രാൻസ്മിഷൻ ലൈൻ നമ്മുടെ റിയാക്റ്റീവ് പവർ വെൻ ഫുള്ളി ലോഡഡ് കണ്ടീഷനിൽ റിയാക്റ്റീവ് പവർ അബ്സോർവ് ചെയ്യും, അതുപോലെ ലൈറ്റ് ലോഡ് കണ്ടീഷനിൽ റിയാക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്യും. അതാണ് ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ് ഒന്ന് വായിച്ച് നോക്കാം. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. ABCD കോൺസ്റ്റൻറ്റ് ഓഫ് 220 kV ലൈൻ തന്നിട്ടുണ്ട്. എ എന്താണ്? BCD എല്ലാം തന്നിട്ടുണ്ട്. സെൻഡിങ് ആൻഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് ഓഫ് എ ഗിവൺ ലോഡ് ഡെലിവറിങ് അറ്റ് നോമിനൽ വോൾട്ടേജ് ഈസ് 240 kW ആണെങ്കിൽ പെർസെൻറ്റേജ് റെഗുലേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, സെൻഡിങ് ആൻഡ് വോൾട്ടേജ് അറിയാം 240 kW, റിസീവിംഗ് ആൻഡ് വോൾട്ടേജ് 220 kW ആണെങ്കിൽ എയും ഡിയും തന്നിട്ടുള്ള എല്ലാം വാല്യൂസ് എടുത്ത് എഴുതാം. പെർസെൻറ്റേജിൽ വോൾട്ടേജ് റെഗുലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് VB ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എയുടെ എല്ലാത്തിനും മാഗ്നിറ്റ്യൂഡ് എടുത്താൽ മതി, മൈനസ് VR ഡിവൈഡ് ബൈ VR ഇൻറ്റു 100. അപ്പോൾ VS എന്ന് പറയുമ്പോൾ 240, മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 0.94 മാത്രം എഴുതാൽ മതി, മൈനസ് 220 ഡിവൈഡ് ബൈ 220 ഇൻറ്റു 100. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16.05% കിട്ടും. അടുത്ത 26ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 3 phase 3 line 100 km ലോങ് ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ലോഡഡ് അറ്റ് 110 kV. ഇത് ലോസ് പെർ ഫേസ് 5 MW ആണ്. ലോഡ് എന്ന് പറയുന്നത് 150 MV ആണെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഒരു 3 phase പവർ ലോസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? PL എന്ന് പറയുമ്പോൾ 3 VP IP cos phi അല്ലെങ്കിൽ PL = √3 VL cos phi. VP ഫേസ് വോൾട്ടേജ്, IP ഫേസ് കറണ്ട്, VL ലൈൻ കറണ്ട്, IL ലൈൻ വോൾട്ടേജ്, IL ലൈൻ കറണ്ട്, VL ലൈൻ വോൾട്ടേജ്. പവർ ലോസ് പെർ ഫേസ് എന്ന് വെച്ചാൽ എന്താണ്? I²R ആണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ നമുക്ക് കാണാനുള്ളത് എന്താണ്? പെർ ഫേസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ലോഡ് എന്ന് പറയുമ്പോൾ ലോഡ് കറണ്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ I = നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ I കണ്ടുപിടിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ പവർ ലോസ് ഫോർമുല ഉപയോഗിച്ച് PL = I²R വെച്ച് കണ്ടുപിടിക്കാം. ഓക്കെ, ഇപ്പം 8.06 ഓപ്ഷൻ എ കിട്ടും. ഓം പെർ ഫേസ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ദ വോൾട്ടേജ് റേഞ്ച് അറ്റ് വിച്ച് പവർ ഈസ് ജനറേറ്റഡ് ഇൻ സബ്സ്റ്റേഷൻ. പവർ സ്റ്റേഷൻ ഈസ് 11 kV to 30 kV. Generated voltage is transmitted through transmission line after stepping up the voltage so that generate the voltage transmission line load transmit ചെയ്യാണ് after stepping up the voltage so that എന്താണ്? For the same power transmitted the current flowing through the line reduce ചെയ്തിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ലോസസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. ഇന്ത്യയിലെ ട്രാൻസ്മിഷൻ വോൾട്ടേജ് എത്ര? 66 kV 400 kV. So the following is not a part of the electricity in distribution network പാർട്ട് അല്ലാത്ത ഒപ്റ്റിക്കൽ ഫൈബർ. So the following is not true. അപ്പോൾ നിങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കാം. ന്യൂട്രൽ വയർ ഈസ് ടേക്കൺ ഔട്ട് ഫ്രം ദി സ്റ്റാർ പോയിന്റ് ഓഫ് ദി സെക്കൻഡറി ഓഫ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ എന്താണ്? നമ്മൾ പ്രൈമറി വൈൻഡിങ്ങിൽ ഡെൽറ്റ കണക്ട് ചെയ്യും, സെക്കൻഡറി വൈൻഡിങ്ങിൽ സ്റ്റാർ കണക്ട് ചെയ്യും. ഓക്കെ, ബണ്ടിൽഡ് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ. FT കപ്പാസിറ്റൻസ് ആൻഡ് ഇൻഡക്റ്റീവ് ഈസ് റെസ്പെക്ട് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് വെച്ചിട്ടുണ്ട്. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആവും, ഇൻഡക്റ്റൻസ് ഡിക്രീസ് ആവും. ഓക്കെ, ട്രാൻസ്മിഷൻ ലൈൻസ് ആർ ട്രാൻസ്പോസ് ടു എന്തായിരിക്കും? മെയിൻലി റെഡ്യൂസ് ഇൻ്റർഫറൻസ് വിത്ത് നൈബറിംഗ് കമ്മ്യൂണിക്കേഷൻ ലൈൻ. ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്ട്രിബ്യൂട്ടഡ് കോൺസ്റ്റൻസ് ആർ ഇതൊക്കെയാണ്? റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും. പ്രസൻസ് ഓഫ് എർത്ത് ഇൻ കേസ് ഓഫ് ഓവർഹെഡ് ലൈൻ വിൽ ഇൻക്രീസ് ദി കപ്പാസിറ്റൻസ്. ACSR എന്താണ്? ACSR മീൻസ് അലുമിനിയം കണ്ടക്ടർ സ്റ്റീൽ റീൻഫോഴ്സ്ഡ്. കണ്ടക്ടറിൻ്റെ ഡയമീറ്റർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡക്ടർ എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. സ്പേസിംഗ് ബിറ്റ്വീൻ ടു ഫേസ് കണ്ടക്ടറിൻ്റെ സ്പേസിംഗ് ബിറ്റ്വീൻ 2 phase കണ്ടക്ടർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലൈൻ കപ്പാസിറ്റൻസ് എന്ത് ചെയ്യും? ഡിക്രീസ് ആവും. ഓക്കെ, അപ്പോൾ ലെങ്ത് ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ചാർജിങ് കറണ്ട് എന്താവും? ഇൻക്രീസ് ആവും. അപ്പോൾ ഇതൊക്കെ നോക്കുക, അതൊക്കെ ചോദിച്ചിട്ടുണ്ടോ എക്സാമിന്. അടുത്ത ക്വസ്റ്റ്യൻ. AC വോൾട്ടേജ് സപ്ലൈ ടു ദ ലൈൻ കപ്പാസിറ്റൻസ് ഡ്രോസ് എന്തായിരിക്കും? AC വോൾട്ടേജ് ആണ്. അപ്പോൾ ലീഡിങ് സൈനസോയിഡൽ കറണ്ട്. കപ്പാസിറ്റൻസ് ബിക്കം ഇൻക്രീസിംഗ്ലി മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഇതിലായിരിക്കും? ഫോർ ലോങ് ട്രാൻസ്മിഷൻ ലൈൻ. ട്രാൻസ്മിഷൻ ലൈൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, എല്ലാം വരുമല്ലോ, ഓൾ ഓഫ് ദി എബോ. ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ഡിസ്ട്രിബ്യൂട്ടഡ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസും അതുപോലെ നമ്മുടെ ഷണ്ട് കണ്ടക്റ്റൻസും വരുന്നുണ്ട്. ഓക്കെ, FT റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിൽ ബി സെയിം ആസ് ഓമിക് റെസിസ്റ്റൻസ് ഫില്ല് എന്തായിരിക്കും? കറണ്ട് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ക്രോസ് സെക്ഷൻ ഓഫ് കണ്ടക്ടർ ആയിരിക്കും. ഓൾട്ടർനേറ്റീവ് കറണ്ട് ഒരു കണ്ടക്ടർ കൂടെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? പോർഷൻ ഓഫ് ദി കണ്ടക്ടർ നിയർ ദി സർഫസ് ക്യാരി മോർ കറണ്ട് ഇൻ കമ്പാരിസൺ ടു ദ കോർ ഏരിയ ആയിരിക്കും. ഫ്രീക്വൻസി ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുമ്പോൾ ലൈൻ റെസിസ്റ്റൻസും ഇൻക്രീസ് ആവും. നമ്മുടെ സപ്ലൈ ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് RLC, നമ്മുടെ ഷണ്ട് കണ്ടക്റ്റൻസ്. ഇൻഡക്റ്റൻസ് ഓഫ് സിംഗിൾ ഫേസ് 2 wire പവർ ട്രാൻസ്മിഷൻ ലൈൻ പെർ കിലോമീറ്റർ ഗെറ്റ്സ് ഡബിൾഡ് വെൻ. ഡബിൾ ആകുമ്പോൾ എന്ത് പറ്റും? നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ വയറിൻ്റെ ആ ഡിസ്റ്റൻസും ഇൻക്രീസ് ആവും ആസ് സ്ക്വയർ ഓഫ് ദി ഒറിജിനൽ ഡിസ്റ്റൻസ് ആണ്. ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരും. നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. ഇൻഡക്റ്റൻസ് ഓഫ് ദി പവർ ട്രാൻസ്മിഷൻ ലൈൻ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സ്പേസിംഗ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ 50 ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവരും പഠിക്കാം. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ നിങ്ങളുടെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ടെലഗ്രാമിലുള്ള ഗ്രൂപ്പിൽ ഇൻട്രസ്റ്റ് ആയുള്ളവർക്ക് എൻ്റെ വാട്സാപ്പിൽ ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽസ് പറയാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് പഠിക്കാം കേട്ടോ. താങ്ക് യു.